നോക്കൂ, ഇന്ന് നമുക്ക് നോക്കേണ്ടത് റാഷണൽ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിളിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ദാറ്റ് ഈസ് റാഷണൽ പാർട്ടീഷൻ തിയറി. നോക്കൂ, എന്താണ് ഈ റാഷണൽ പാർട്ടീഷൻ തിയറിയിൽ പറയുന്നത്? നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഹിബ്സിൻ്റെ തിയറി ഉണ്ട്, ഹിബ്സിൻ്റെ പാർട്ടീഷൻ തിയറി. ഹിബ്സിൻ്റെ പാർട്ടീഷൻ തിയറിയിൽ നമ്മൾ പറയുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്. ഒന്ന് റൈറ്റ് വിങ് ഗവൺമെൻറ്റും മറ്റൊന്ന് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റും. അപ്പോൾ റൈറ്റ് വിങ് ഗവൺമെൻറ്റും ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ കോമ്പിനേഷൻസിനെ രണ്ട് രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു ലെഫ്റ്റ് ഗവൺമെൻറ് അൺഎംപ്ലോയ്മെൻറ്റിനെയും ഇൻഫ്ലേഷനെ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, ദെൻ റൈറ്റ് ഗവൺമെൻറ് മറ്റു രീതിയിലുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. So here, the following the rational expectation revolution, theorists questioned the ability of policy makers to influence the real economic activity using aggregate demand management policies. അപ്പോൾ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ റിവല്യൂഷൻ വന്നതിന് ശേഷം ഈ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നതിന് ശേഷം ഈ പറഞ്ഞ കോൺസെപ്റ്റിനൊക്കെ തന്നെ, ഹിബ്സിൻ്റെ കോൺസെപ്റ്റിനൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. അലൻസിന എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനിലൂടെയാണ് ഈ റാഷണൽ പാർട്ടീഷൻ തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ റാഷണൽ പാർട്ടീഷൻ തിയറിയിൽ ഇദ്ദേഹം പറയുന്നത്, അലൻസിന ഇൻ എ സീരീസ് ഓഫ് publications has shown that the partition theory of political business cycle can survive in models incorporating rational expectation, providing voters are uncertain about the election outcomes and unconditioned labor contract are signed for discrete periods and are not subject to renegotiation after the election result is declared. നോക്കൂ, അലൻസിന ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് ഇദ്ദേഹം ഒരു പാർട്ടീഷൻ തിയറി, റാഷണൽ പാർട്ടീഷൻ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ കൊണ്ടുവരുന്നു. ഇദ്ദേഹം ഇതിലോട്ട് ഒരു നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടീഷൻ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിളിലോട്ട് റാഷണലാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹം അസ്യൂം ചെയ്യുന്നത്. ഒന്ന് പറയുന്നത്, വോട്ടേഴ്സിന് ഇലക്ഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അതായത് ഇലക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇലക്ഷന് ശേഷം ആരായിരിക്കും ഭരണത്തിൽ വരുന്നത് എന്നുള്ളത് അൺസർട്ടൈൻ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത്, അൺകണ്ടീഷൻഡ് ലേബർ കോൺട്രാക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്യും. അതായത് ലേബേഴ്സിൻ്റെ വേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലേബർ കോൺട്രാക്റ്റ് ഉണ്ടാവും, ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവും. ഈ അഗ്രിമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും റീനെഗോസിയേഷൻ നടക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. അതായത് ഇലക്ഷൻ്റെ മുന്നേ ഒരുപക്ഷെ വേജ് കൂട്ടിക്കൊടുത്തുള്ള ഒരു അഗ്രിമെൻറ്റ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ചെയ്തിട്ടുണ്ടാവും. അത് ഒരിക്കലും പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരാണോ അധികാരത്തിൽ വരുന്നത് അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ കോൺട്രാക്റ്റിൽ മാറ്റം വരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നെഗോസിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. നോക്കൂ, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, സെൻട്രൽ ടു ദി റാഷണൽ പാർട്ടീഷൻ തിയറി ഈസ് ദ ഐഡിയ ദാറ്റ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് മെനി ഇൻഡസ്ട്രിയൽ ഡെമോക്രസീസ് ആർ പോളറൈസ്ഡ്. അലൻസിന റിജക്ട് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് പൊളിറ്റീഷ്യൻസ് വി ഹാവ് അസോസിയേറ്റഡ് വിത്ത് ദ ഡൗൺസ് ദാറ്റ് വോട്ട് മാക്സിമൈസിംഗ് പൊളിറ്റീഷ്യൻസ് ഇൻ എ two-party system will generate a convergence of policies as both parties choose the policies favored by the median voter. നോക്കൂ, ഈ റാഷണൽ പാർട്ടീഷൻ തിയറിയിൽ പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഹിബ്സിൻ്റെ ആയാലും നോർദസിൻ്റെ തിയറി ആയാലും അവർ ഫോക്കസ് ചെയ്തിരുന്നത് മീഡിയൻ വോട്ടേഴ്സിനെയാണ്. മീഡിയൻ വോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആരാണോ, ഏത് വോട്ടറാണോ ഉള്ളത് ആ വോട്ടേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല ആണ് നേരത്തെ ഉണ്ടായിരുന്ന തിയറികളൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത്. ഈ two-party സിസ്റ്റം നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ അവർ പോളിസികളെ ഒപ്റ്റിമൈസ് ചെയ്തിരുന്നത് അവരുടെ മീഡിയം വോട്ടേഴ്സിൻ്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഇൻ പാർട്ടീഷൻ തിയറി പൊളിറ്റീഷ്യൻസ് ആർ ഐഡിയോളജിക്കൽ ആൻഡ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് പോളിസീസ് വെൻ ഇൻ പവർ. എന്നാൽ പാർട്ടീഷൻ തിയറി പ്രകാരം പറയുന്നത്, ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഡിഫറൻറ്റ് പോളിസികളാണ് നടപ്പിലാക്കാറുള്ളത്. പകരം ഇവരെയല്ല നോക്കുന്നത്. അതായത് മീഡിയം വോട്ടേഴ്സ് എന്ന് പറയുന്ന മെജോറിറ്റി ആളുകളുള്ള അല്ലെങ്കിൽ മെജോറിറ്റി വിഭാഗത്തെ നോക്കിയിട്ടല്ല ഇത്തരത്തിലുള്ള പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. നോക്കൂ, ദ റാഷണൽ പാർട്ടീഷൻ തിയറി ഷോസ് ഹൗ പാർട്ടീസ് ഫോളോ ഡിഫറെൻറ്റ് മാക്രോഇക്കണോമിക് സ്ട്രാറ്റജീസ് ബിക്കോസ് ഓഫ് ദെയർ ഇമ്പാക്ട് ഓൺ ദി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അപ്പോൾ നോക്കൂ, എന്താണ് ഈ റാഷണൽ പാർട്ടീഷൻ തിയറി കാണിക്കുന്നത്? ഇവർ പറയുന്നത് എങ്ങനെയാണ് ഓരോ പാർട്ടികളും ഡിഫറെൻറ്റ് മാക്രോ ഇക്കണോമിക് പോളിസികൾ അല്ലെങ്കിൽ മാക്രോ ഇക്കണോമിക് സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നത്. കാരണം ഇവർ ഏത് പോളിസിയാണോ ഉപയോഗിക്കുന്നത് ആ പോളിസിയൊക്കെ ആ രാജ്യത്തെ ഇൻകം റീഡിസ്ട്രിബ്യൂഷനെ ബാധിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് വോട്ടേഴ്സ് ആർ വെൽ അവെയർ ഓഫ് ദീസ് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഇൻ ദിസ് ഫ്രെയിംവർക്ക് മാക്രോ ഇക്കണോമിക് പോളിസീസ് ക്രിയേറ്റ് ഷോർട്ട് റൺ അഗ്രിഗേറ്റഡ് ഡിസ്റ്റർബൻസസ് ബിക്കോസ് റാഷണൽ വോട്ടേഴ്സ് ആർ അൺസർട്ടൈൻ അബൌട്ട് ഇലക്ഷൻ റിസൾട്ട്. നോക്കൂ, ഈ തിയറി പ്രകാരം അസ്യൂം ചെയ്യുന്നത് ഓരോ പാർട്ടികളുടെയും ഐഡിയോളജികളെ കുറിച്ചിട്ട് വോട്ടേഴ്സിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ നടത്തുന്ന ഷോർട്ട് റൺ ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് പോളിസികളൊക്കെ
ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇവർ നടത്തുന്ന മാക്രോ ഇക്കണോമിക് പോളിസികളൊക്കെ തന്നെ ഷോർട്ട് റണ്ണിൽ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. കാരണം ഈ റാഷണൽ വോട്ടേഴ്സിന് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചിട്ട് കൃത്യമായി അറിയില്ല. അതാണ് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന അസംഷൻ. ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച്, ഔട്ട്കത്തെക്കുറിച്ച് അൺസർട്ടൈൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞത്രേ ഉള്ളൂ, ഇവർക്ക് ഓരോ പാർട്ടിയുടെയും ഐഡിയോളജിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇവർ നടപ്പിലാക്കുന്ന മാക്രോ ഇക്കണോമിക് പോളിസികളൊക്കെ ഷോർട്ട് റണ്ണിൽ ചെറിയ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇവർക്ക് ഇലക്ഷൻ ഔട്ട്കത്തെ പറ്റി അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റിയിട്ട് ഇവർക്ക് ധാരണയില്ല. അതിന് എക്സാമ്പിളാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. വെൻ റിപ്പബ്ലിക്കൻ ഓർ കൺസർവേറ്റീവ് ആർ ഇലക്റ്റഡ്, ഇക്കണോമിക് ഏജൻസ് ആർ കൺഫ്രണ്ടഡ് ഇൻ ദ പീരിയഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോവിംഗ് ദ ഇലക്ഷൻ വിത്ത് എ ഡിഫ്ലാഷണറി ഷോക്ക്, ദാറ്റ് ഈസ് ഇൻഫ്ലാഷൻ ഈസ് ലോവർ ദാൻ എക്സ്പെക്റ്റഡ്. നോക്കൂ, അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയോ ഇലക്ഷനിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, ആ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡിഫ്ലാഷണറി ഷോക്ക് അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻഫ്ലാഷൻ ഈസ് ലോവർ ദാൻ എക്സ്പെക്റ്റഡ്. ആ രാജ്യത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും ആ രാജ്യത്ത് ഇൻഫ്ലാഷൻ വരാൻ പോകുന്നത്. വെൻ ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആർ ഇലക്റ്റഡ്, ഇനി അതല്ല, ആ രാജ്യത്ത് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആണ് ഇലക്ട് ചെയ്യുന്നത് നോക്കുക, ദ ഓപ്പോസിറ്റ് വിൽ occur. ദർ ഇസ് എ ലാർജർ ദാൻ എക്സ്പെക്റ്റഡ് ഇൻഫ്ലാഷൻ സർപ്രൈസ്. നോക്കൂ, ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക്കോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആണ് നിലനിൽക്കുന്നതെങ്കിൽ അവിടെ അവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലാഷൻ വളരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ഷൻ ഔട്ട്കം അൺസർട്ടനിറ്റി കമ്പൈൻഡ് വിത്ത് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് ദാറ്റ് ലീഡ്സ് ടു അഗ്രിഗേറ്റ് ഇൻസ്റ്റബിലിറ്റി ഇൻ അലൻസിന മോഡൽ. അപ്പോൾ നോക്കൂ, ഇതാണ് ഇവിടെ പറഞ്ഞ രണ്ട് പാർട്ടികളുടെയും ഐഡിയോളജിയിലുള്ള വ്യത്യാസം. ഇവർ ഇലക്ട് ചെയ്യപ്പെട്ടാൽ ആ രാജ്യത്ത് നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ആ രാജ്യത്ത് അഗ്രിഗേറ്റ് ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ അലൻസിനയുടെ റാഷണൽ പാർട്ടീഷൻ തിയറിയിൽ പറയുന്നത്. ഇഫ് എ കോമൺ മാക്രോ ഇക്കണോമിക് പോളിസി കുഡ് ബി അഗ്രീഡ് ബിറ്റ്വീൻ ദ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, അഗ്രിഗേറ്റ് ഫ്ലക്ച്വേഷൻ വുഡ് ബി റെഡ്യൂസ്ഡ്. ഇനി അതല്ല, ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും ഒരേ രീതിയിലുള്ള പോളിസികൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ആ രാജ്യത്ത് അഗ്രിഗേറ്റ് ഫ്ലക്ച്വേഷൻസും കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നോക്കൂ, ദ എക്ലക്റ്റിക് മാക്രോ ഇക്കണോമിക് ഫ്രെയിംവർക്ക് അഡോപ്റ്റഡ് ബൈ അലൻസിന ഈസ് ബേസ്ഡ് ഓൺ ഫിഷേഴ്സ് വെൽ നോൺ റാഷണൽ എക്സ്പെക്ടേഷൻ മോഡൽ. അപ്പോൾ നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ അലൻസിനയുടെ ഈ പറഞ്ഞ തിയറി ഇദ്ദേഹം ഫിഷറിൻ്റെ റാഷണൽ എക്സ്പെക്ടേഷൻ മോഡൽ ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ത് ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാഷണൽ എക്സ്പെക്ടേഷൻ്റെ which includes a labor market where nominal wage contract are signed and extend for considerable time period. നോക്കൂ, ലേബേഴ്സിൻ്റെ ഇടയിൽ ഒരു നോമിനൽ വേജ് കോൺട്രാക്ട് ഒരു പീരിയഡിലോട്ട് എന്ത് ചെയ്യാറുണ്ട്, സൈൻ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ഒരു അസംഷൻ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം ഇദ്ദേഹം ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ന്യൂട്രാലിറ്റി റിസൾട്ട് ഓർ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ അസോസിയേറ്റഡ് ബൈ ലൂക്കാസ്, സർജന്റ് ആൻഡ് വാലൻസ് ഡിപ്പെൻഡ്സ് ഓൺ പെർഫെക്റ്റ് വേജ് ആൻഡ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആസ് വെൽ ആസ് ഏജന്റ് ഹാവിംഗ് റാഷണൽ എക്സ്പെക്ടേഷൻ. ഇനി നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ലൂക്കാസിൻ്റെ, സർജന്റ്, വാലൻസ് എന്നൊക്കെ പറയുന്ന എക്കണോമിസ്റ്റുകളുടെ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ആർഗ്യുമെന്റ് ഉണ്ട്. അതിലൊരു റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പേരുടെ കോൺസെപ്റ്റ് ഇതിലോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഫിഷറിൻ്റെതാണ്, മറ്റൊന്ന് ലൂക്കാസ്, സർജന്റ് ആൻഡ് വാലൻസ്. ഇവരുടെ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോഷൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റും ഉപയോഗിച്ചിട്ടാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നോക്കൂ, ഇവിടെ ഫിഷർ in 1977 demonstrated that the crucial assumption for new classical result in instantaneous market clearing. നോക്കൂ, ഫിഷർ ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഒരു അസംഷൻ ആയിരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് മാർക്കറ്റ് ക്ലിയറിങ്, എപ്പോഴും മാർക്കറ്റ് ക്ലിയർ ആണ്, അവിടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവാറില്ല, അണ്ടർ പ്രൊഡക്ഷൻ ഉണ്ടാവാറില്ല എന്നുള്ള കോൺസെപ്റ്റിനെ ഇവർ വീണ്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു. വിത്ത് നോമിനൽ വേജ് കോൺട്രാക്ട് ആൻഡ് ഇലമെൻറ്റ് ഓഫ് പ്രൈസ് സ്റ്റിക്കിനെസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി മോഡൽ ആൻഡ് ഇൻ എ നോൺ മാർക്കറ്റ് ക്ലിയറിംഗ് സെറ്റിംഗ്സ്. അപ്പോൾ നോക്കൂ, ഇദ്ദേഹം ഒരു നോമിനൽ വേജ് കോൺട്രാക്ട്, ഈ പറഞ്ഞ മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലോട്ട് ഇവർ നോമിനൽ വേജ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അങ്ങനെ നോമിനൽ വേജ് കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൈസ് സ്റ്റിക്കിനെസ് ഉണ്ടാകും. അത് പിന്നീട് നോൺ മാർക്കറ്റ് ക്ലിയറിംഗ് സെറ്റിംഗ്സിലോട്ട് മാറി വരാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ നോൺ മാർക്കറ്റ് ക്ലിയറിംഗ് സെറ്റിംഗ്സിൽ നിന്ന് മാർക്കറ്റ് ക്ലിയറിംഗ് സെറ്റിംഗ്സിലോട്ട് മാറാൻ പറ്റും? ഇദ്ദേഹം പറയുന്നത്, നമുക്ക് മോണിറ്ററി പോളിസി ഉപയോഗിക്കാൻ പറ്റും. ഈ മോണിറ്ററി പോളിസി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും ഒക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. വെൻ ഐഡിയോളജിക്കൽ പൊളിറ്റീഷ്യൻസ് യൂസ് മോണിറ്ററി പോളിസി ഇൻ സച്ച് എ സെറ്റിംഗ്, എ റാഷണൽ പാർട്ടീഷൻ ബിസിനസ് സൈക്കിൾ ഈസ് ജനറേറ്റഡ്. അപ്പോൾ നോക്കൂ, ഐഡിയോളജിക്കൽ പൊളിറ്റീഷ്യൻസ് ഈ മോണിറ്ററി പോളിസി ഉപയോഗിക്കുന്ന സമയത്താണ് ആ രാജ്യത്ത് റാഷണൽ പാർട്ടീഷൻ ബിസിനസ് സൈക്കിളുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ കൊണ്ടുവരുന്നു. ആ ഇക്വേഷനാണ് YT ബീറ്റ PT മൈനസ് WT പ്ലസ് YNT ആൻഡ് ഹിയർ ദ ബീറ്റ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്? ഇവിടെ ഔട്ട്പുട്ട് ഗ്രോത്ത് ആണ് YT എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. YNT എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഔട്ട്പുട്ട്. ദെൻ ഈ പറഞ്ഞ PT എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കാണാം, അതാണ് റൈറ്റ് ഓഫ് ഇൻഫ്ലാഷൻ. ഈ റൈറ്റ് ഓഫ് ഇൻഫ്ലാഷൻ എപ്പോഴും പോസിറ്റീവ്ലിയാണ് ഈ പറഞ്ഞ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദെൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് WT, ദാറ്റ് ഈസ് വേജ് ഗ്രോത്ത്, ദാറ്റ് ഈസ് ദ പാത്ത് ഓഫ് റിയൽ വേജ്.
അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് അലൻസിന യൂസസ് ഔട്ട്പുട്ട് ഗ്രോത്ത് റാദർ ദാൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. Since this is the variable that empirical research uses to capture partition effect on the economy, if we assume that non-indexed nominal wage contract lasting 1 year are drawn up with the objective of maintaining a real wage consistent with the neutral output growth. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് ഇവരുടെ അലൻസിയയുടെ ഔട്ട്പുട്ട് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഗ്രോത്ത് ആണ് റാദർ ദാൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ദെൻ ഇവിടെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് അവസാനത്തെ 2 വർഷത്തിലെ നോമിനൽ വേജ് കോൺട്രാക്റ്റ് ആണ്. ഈ നോമിനൽ വേജ് കോൺട്രാക്റ്റ് അവസാന 2 വർഷം നിലനിൽക്കുമ്പോൾ ആ രാജ്യത്ത് ഔട്ട്പുട്ട് ഗ്രോത്ത് ന്യൂട്രൽ ആയിരിക്കും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്ന് ഇവർ പറയുന്നു. അപ്പോൾ നോക്കൂ, ഇദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് ഷോസ് ദ നോമിനൽ വേജ് ഗ്രോത്ത് ഈസ് സെറ്റ് ഈക്വൽ ടു ദി കറണ്ട് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമുക്ക് ഇവർ പറയുന്നത് നോമിനൽ വേജ് ഗ്രോത്തും കറണ്ട് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റും തുല്യമായി നിർത്തിയിട്ടാണ് ഇവർ എന്ത് ചെയ്യാറുള്ളത്, ഈ ഔട്ട്പുട്ട് ഗ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് നിർത്തുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം മറ്റൊരു ഇക്വേഷൻ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് WT ഈസ് ഈക്വൽ ടു PTE. ദാറ്റ് ഈസ് the expected inflation and the nominal wage rate are equal. Unlike the situation in the Northers and Hibbs model, agents form their expectation rationally. The rational expectation hypothesis is given in the equation. അപ്പോൾ നോർദേഴ്സും ഹിബ്സും അവർ പോലെയല്ല, അവരെ ഈ കോൺസെപ്റ്റിലോട്ട് റാഷണൽ എക്സ്പെക്റ്റേഷൻ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഇക്വേഷൻ റാഷണൽ എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തസിസ് ഇക്വേഷൻ ആയിട്ട് മാറുന്നു. ആ ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. PTE ഈക്വൽ ടു E ഓഫ് PT ഡിവൈഡഡ് ബൈ LT-1. നോക്കൂ, ഇവിടെ E എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്റർ ആണ്. IT1 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ദ ഇൻഫർമേഷൻ വിച്ച് ഹാസ് ബീൻ അക്യുമുലേറ്റഡ് ബൈ ഇക്കണോമിക് ഏജൻറ്റ്സ് അപ് ടു ദ എൻഡ് ഓഫ് ദി പീരിയഡ് T-1. ദെൻ ഇപ്പോൾ തന്നിട്ടുള്ള, അതായത് ഈ പറഞ്ഞ ഇക്വേഷൻ കാണിച്ചിട്ടുള്ളത് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ആണ്. ഈ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ഇക്വേഷനെയും നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് കണ്ടിരുന്ന 10.10 എന്ന് പറയുന്ന ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. YT ഈസ് ഈക്വൽ ടു ബീറ്റ PT മൈനസ് PTE പ്ലസ് YNT. ഒന്നുമില്ല, നേരെ ഉണ്ടായിരുന്ന W എന്ന് പറയുന്ന വേജിന് എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അതിന് പകരം മറ്റൊരു വേർഡ് ഇവിടെ ഉപയോഗിക്കുന്നു. എന്നിട്ട് പറയുന്നത് വിച്ച് ടെൽ us that the output growth will deviate from natural rate if there is an inflation surplus that is an unexpected change in monetary policy. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്ത് ഔട്ട്പുട്ടിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് മോണിറ്ററി പോളിസി സർപ്രൈസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാത്ത രൂപത്തിൽ കൊണ്ടുവന്ന് ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ സർപ്രൈസ് ഉണ്ടാകുമ്പോഴാണ് ആ രാജ്യത്ത് ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇവിടെ പറയുന്നത് റാഷണലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് മാത്രമേ ഔട്ട്പുട്ട് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കാറുള്ളൂ. നോക്കൂ, ഇൻ റാഷണൽ പാർട്ടീഷൻ മോഡൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് the incumbent politicians have the ability to control the rate of inflation by monetary policies. നോക്കൂ, ഒരു ഇൻകംബൻറ്റ് പൊളിറ്റീഷ്യൻസിന് ആ മോണിറ്ററി പോളിസി ഉപയോഗിച്ച് ആ രാജ്യത്തെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. സിൻസ് പാർട്ടി പ്രിഫറൻസസ് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അവേഴ്ഷൻ ടു ഇൻഫ്ലേഷൻ ഡിഫർ വിത്ത് ദി റൈറ്റ് ബീയിങ് അസ്യൂംഡ് ടു ബി മോർ അവേഴ്സ് ദാൻ ദ ലെഫ്റ്റ്. നോക്കൂ, പാർട്ടിക്കനുസരിച്ച് അവർ ഇൻഫ്ലേഷനെയും എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലേഷൻ അവേഴ്സ് ചെയ്യുന്നതിലും ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. റൈറ്റ് ഗവൺമെൻറ്റും ലെഫ്റ്റ് ഗവൺമെൻറ്റും വ്യത്യസ്ത രീതിയിലാണ് ഇൻഫ്ലേഷനെ അവേഴ്സ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് വിത്ത് റൈറ്റ് ബീയിങ് അസ്യൂംഡ് ടു ബി മോർ അവേഴ്സ് ദാൻ ദ ലെഫ്റ്റ്. റൈറ്റ് ഗവൺമെൻറ് ഇൻഫ്ലേഷനെ കൂടുതലായിട്ടും മാറ്റി നിർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ആരെക്കാൾ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ. ആൻ ഇലക്ഷൻ വിച്ച് ബ്രിങ്സ് അബൌട്ട് എ ചേഞ്ച് ഓഫ് ഗവൺമെൻറ് വിൽ lead to an inflation surplus causing output to deviate from its natural growth path. അപ്പോൾ നമുക്ക് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെൻറ് വരും. ആ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന പോളിസി പ്രകാരം ആ രാജ്യത്ത് വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ സർപ്രൈസ്ഡ് ആണ്. കാരണം ഏത് ഗവൺമെൻറ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് വോട്ടേഴ്സിന് അറിയില്ല, ഇഫ് ഇറ്റ് ഇസ് ലെഫ്റ്റ് ഓർ റൈറ്റ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ഇൻഫ്ലേഷൻ സർപ്രൈസ് നിലനിൽക്കുന്നത് കൊണ്ട് നാച്ചുറൽ ഗ്രോത്ത് പാത്തിൽ നിന്ന് ഔട്ട്പുട്ടിൽ വലിയ രീതിയിലുള്ള ഡീവിയേഷൻ ഉണ്ടാവാറുണ്ട്. ഏജൻറ്റ്സ് ഹാവ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ബട്ട് ദ അൺസർട്ടൈൻ അബൌട്ട് ഫോർത്ത് കമ്മിങ് ഇലക്ഷൻ റിസൾട്ട്. ഇവിടെ പറഞ്ഞ വോട്ടേഴ്സിന് റാഷണൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് ഇവർക്ക് കൃത്യമായ ധാരണയില്ല. ബിക്കോസ് ഏജൻറ്റ് സൈൻ നോമിനൽ വേജ് കോൺട്രാക്ട് ബിഫോർ ദ ഇലക്ഷൻ റിസൾട്ട് ഈസ് നൗൺ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷൻ പോലെയാണ്. റിസൾട്ടിനെ പറ്റിയിട്ട് ഇവർക്ക് ധാരണയില്ല. കാരണം ഇവർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം വരുന്ന ഇൻഫ്ലേഷൻ സർപ്രൈസ് പ്രൈസ് കൂടുന്നതോ കുറയുന്നതോ നമ്മുടെ വേജിനെ ബാധിക്കാറില്ല. The rate of inflation forthcoming after the election can differ from the rational expectation of inflation formed by wage negotiators in the pre-election period. നോക്കൂ, ഇലക്ഷന് മുമ്പ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള വേജ് ഉണ്ട്. ഈ വേജ്
ഈ വേജിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം ഈ ഇലക്ഷൻ്റെ റിസൾട്ടിന് ഒരിക്കലും ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാറില്ല, അതിനെ റാഷണലി എക്സ്പെക്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കാറില്ല. നോക്കൂ, കൺസിഡർ ദ ഫോളോവിങ് പ്രപ്പോസിഷൻ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. സപ്പോസ് എ കറണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ പാർട്ടി ഓഫ് ദി ലെഫ്റ്റ്. നോക്കൂ, അമേരിക്കയിലെ ഒരു ഡെമോക്രാറ്റ്സ് ആണ്, ലെഫ്റ്റ് ഗവൺമെൻറ് ആണ് നിലനിൽക്കുന്നത്. നോക്കുക, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഫോളോവിങ് ഹിപ്സ് വി ക്യാൻ അസ്യൂം ദാറ്റ് ദ ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ഹാവ് റെപ്യൂട്ടേഷൻ ഫോർ വാണ്ടിങ് ടു ലോവ് അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്ക് ഒരു ലെഫ്റ്റ് ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറക്കണം. ദെൻ വേജ് നെഗോഷിയേറ്റേഴ്സ്, ഇഫ് ദേ അസ്യൂം ദാറ്റ് ദ ഇൻകംബൻഡൻറ്റ് will win the election, will sign nominal wage contract which have built into them a high expected rate of inflation. അപ്പോൾ നമുക്ക് ഒരു ഇലക്ഷന് മുമ്പ് ഈ വേജ് നെഗോഷിയേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ നോമിനൽ വേജ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. പക്ഷേ ഇത് പിന്നീട് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇലക്ഷന് ശേഷം ഇൻഫ്ലേഷൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു റൈറ്റ് ഗവൺമെൻറ്റിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈവൻ ഇഫ് ദി റൈറ്റ് വിങ് പാർട്ടി ലുക്ക് ലൈക്ക് വിന്നിങ് ദ ഇലക്ഷൻ, റിസ്ക് അവേഴ്സ് നെഗോഷിയേറ്റേഴ്സ് വിൽ പ്രോബബ്ലി സൈൻ കോൺട്രാക്ട് ഇൻവോൾവിംഗ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ഹയർ ദാൻ വുഡ് ഹാവ് ബീൻ ദ കേസ് ഇഫ് ഏജൻറ്റ്സ് നോ ഫോർ സെർട്ടൈൻ ദാറ്റ് ദ റൈറ്റ് വുഡ് വിൻ. അത് നോക്കൂ, ഇനി അതല്ല, ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് വിജയിക്കുമെന്നുള്ള ഒരു ധാരണ വോട്ടേഴ്സിനുണ്ട് എങ്കിൽ ആ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നോമിനൽ വേജ് കോൺട്രാക്ട് ഒരിക്കലും നിലനിൽക്കില്ല. ഇനി അതല്ല, ഇനി നോക്കൂ, അടുത്ത പോയിന്റിലോട്ട് വരാം. ഇഫ് എ കൺസർവേറ്റീവ് ഇൻഫ്ലേഷൻ അവേഴ്സ് ഗവൺമെൻറ് റീപ്ലേസ് ദി ലെഫ്റ്റ് വിങ് ഇൻകംബൻഡൻറ്റ്, ദേ വിൽ ബിഗിൻ ടു ടൈറ്റൻ മോണിറ്ററി പോളിസി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഇൻഫ്ലേഷൻ, ദസ് ക്രിയേറ്റിംഗ് എ സർപ്രൈസ് വിച്ച് ഹാസ് നോട്ട് ബീൻ ബിൽറ്റ് ഇൻ ടു വേജ് കോൺട്രാക്ട്. അപ്പോൾ നോക്കൂ, ഇനി ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ് വരുന്നത്. നോക്കുക, ലെഫ്റ്റ് വിങ്ങിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അവർ നേരത്തെ ഉണ്ടായിരുന്ന ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഇൻഫ്ലേഷനെ ഇവർ റെഡ്യൂസ് ചെയ്യാനുള്ള പോളിസികൾ കൊണ്ടുവരും, ഇവർ സർപ്രൈസ് എലമെൻറ്റ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ഗവൺമെൻറ്റുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ആസ് എ റിസൾട്ട്, ഫോളോവിങ് ആൻ ഇലക്ഷൻ വിക്ടറി ബൈ റിപ്പബ്ലിക്കൻ ഓർ കൺസർവേറ്റീവ് പാർട്ടി, ദ അലൻസ് ഇൻ റേഷണൽ പാർട്ടീഷൻ തിയറി പ്രെഡിക്റ്റ് എ റിസഷൻ ഇൻ ഔട്ട്പുട്ട് ഗ്രോത്ത് ആൻഡ് റൈസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ആസ് ഇൻഫ്ലേഷൻ ഡിക്ലൈൻസ്. അപ്പോൾ ഇദ്ദേഹം അലൻസിനയുടെ റേഷണൽ പാർട്ടീഷൻ തിയറി പ്രകാരം ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയൊക്കെ ഇലക്ഷൻ ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പിന്നീട് ഔട്ട്പുട്ട് ഗ്രോത്തിൽ ഒരു റിസഷൻ സംഭവിക്കും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കാറുണ്ട്, ഇൻഫ്ലേഷൻ കുറയാറുമുണ്ട് എന്ന് ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇത് നോക്കൂ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന രൂപത്തിൽ 4 പോയിന്റ് കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ പോയിന്റ് പറയുന്നത്, എ ചേഞ്ച് ടു എ കൺസർവേറ്റീവ് ഓർ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് വിൽ ഫോളോഡ് ബൈ എ റിസഷൻ ആൻഡ് റൈസിങ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലോട്ട് ഒരു ഗവൺമെൻറ് മാറ്റം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഔട്ട്പുട്ടിൽ റിസഷൻ സംഭവിക്കാറുണ്ട്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കാറുണ്ട്. വൺ ഇൻഫ്ലേഷണറി എക്സ്പെക്ടേഷൻ ഹാവ് ബീൻ റെഡ്യൂസ്ഡ്, ഔട്ട്പുട്ട് ഗ്രോത്ത് റിട്ടേൺ ടു ഇറ്റ് നാച്ചുറൽ റൈറ്റ്, ഇൻഫ്ലേഷൻ ഇസ് ലോ ആസ് ദി നെക്സ്റ്റ് ഇലക്ഷൻ അപ്രോച്ചസ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ കൺസർവേറ്റീവ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷൻ കുറയും. ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഔട്ട്പുട്ട് നാച്ചുറൽ റൈറ്റിലോട്ട് വരും, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. ആ ഒരു അടുത്തൊരു ഇലക്ഷൻ വരുന്നവരെ ഇൻഫ്ലേഷൻ ആ രാജ്യത്ത് കുറവായിരിക്കും. അതാണ് ഒന്നാമത്തെ സമ്മറി. ദെൻ രണ്ടാമത് പറയുന്നത്, a change to a Labour or democratic government will be followed by an acceleration of inflation as the economy expands more rapidly. A change to a Labour or democratic government will followed by an acceleration of inflation as the economy expands more rapidly. നോക്കൂ, ഇനി അതല്ല, ഒരു ലേബർ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെ ഇലക്ഷന് ശേഷം ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ വർധന വരും. അൺഎംപ്ലോയ്മെൻറ്റ് വിൽ ഇനീഷ്യലി ഫാൾ, ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. വൺസ് ഇൻഫ്ലേഷണറി എക്സ്പെക്ടേഷൻ അഡ്ജസ്റ്റ് ഔട്ട്പുട്ട് ഗ്രോത്ത് റിട്ടേൺ ടു നാച്ചുറൽ റൈറ്റ് ബട്ട് ഇൻഫ്ലേഷൻ റിമൈൻസ് ഹൈ, ഷുഡ് എ ഗവൺമെൻറ് ഓഫ് ദി ലെഫ്റ്റ് അറ്റംപ്റ്റ് ടു ഫൈറ്റ് ഇൻഫ്ലേഷൻ ഇൻ ദി റൺ അപ്പ് ടു ദ നെക്സ്റ്റ് ഇലക്ഷൻ വിൽ ക്രിയേറ്റ് എ റിസഷൻ. അപ്പോൾ നോക്കൂ, ഇവരെ ഇനി ഡെമോക്രാറ്റിക് രാജ്യമാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് വരുന്നതെങ്കിൽ ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടിയാലും അറ്റ് റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നാച്ചുറൽ റൈറ്റിലോട്ട് കടന്നു വരും. പക്ഷേ ഇൻഫ്ലേഷൻ ഹയസ്റ്റ് ആയിരിക്കും. ആ ഇൻഫ്ലേഷൻ കുറക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ദൗത്യം. ഇത് കുറക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്ത് ഭാവിയിൽ റിസഷൻ വരും, ഇലക്ഷൻ അടുപ്പിച്ച് റിസഷൻ കടന്നു വരും എന്നുള്ളതാണ് രണ്ടാമത്തെ സമ്മറി ആയിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തേതിലോട്ട് വന്നു കഴിഞ്ഞാൽ, ദ സ്ട്രോങ്ങർ ദ ഐഡിയോളജിക്കൽ കൺവിക്ഷൻ ഓഫ് ദി ടു പാർട്ടീസ്, ദ ഗ്രേറ്റർ വിൽ ബി ദ ഡിസ്റ്റർബൻസ് ടു ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഫോളോവിങ് എ ചേഞ്ച് ഓഫ് പോളിസി റെജീം ആഫ്റ്റർ ആൻ ഇലക്ഷൻ. നോക്കൂ, മൂന്നാമത്തെ സമ്മറി ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓരോ പാർട്ടിയുടെയും ഐഡിയോളജിക്കൽ കൺവിക്ഷൻസ് സ്ട്രോങ്ങർ ആണ് എങ്കിൽ ആ രാജ്യത്ത് അതിനനുസരിച്ച് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ഡിസ്റ്റർബൻസും ഉണ്ടാവും എന്നുള്ളതാണ് മൂന്നാമത്തെ സമ്മറി ആയിട്ട് പറയുന്നത്. അതായത് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ലി ആയിട്ടുള്ള ഐഡിയോളജി ഉള്ള പാർട്ടികളാണ് ആ രാജ്യത്തുള്ളതെങ്കിൽ
അതിനനുസരിച്ച് ആ രാജ്യത്തെ ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് പറയുന്നു. ദെൻ ഫോർത്ത് വൺ, unlike the Hibbs model, the rational partition theory predict that the differences in unemployment and growth resulting from changes in government will not be a temporary phenomena. ഹിബ്സിൻ്റെ തിയറിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ, അല്ലെങ്കിൽ ഹിബ്സിൻ്റെ തിയറിയിലോട്ട് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്തുണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിലുണ്ടാകുന്ന ഗ്രോത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഒരു ടെമ്പററി ഫിനോമിൻ മാത്രമാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഇവർ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഒരു തിയറിയിൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഹിബ്സിൻ്റെ പാർട്ടീഷൻ തിയറി ഉണ്ട്, അതിലോട്ട് റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവരുടെ തിയറി ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവർ പറയുന്നത് ആളുകൾക്ക്, വോട്ടേഴ്സിന് റാഷണൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ ഇവർക്ക് രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഇവർക്ക് ഇൻഫർമേഷൻ ഇല്ലാത്തത്. ഒന്ന് ഇലക്ഷൻ്റെ ഔട്ട്കത്തെ പറ്റിയിട്ടും, മറ്റൊന്ന് ഇലക്ഷന് മുമ്പ് തന്നെ ഇവർ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്യും. ആ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻഫ്ലേഷൻ അനുസരിച്ച് വേജ് കൂട്ടാനും കുറക്കാനും ഇവർക്ക് സാധിക്കാറില്ല. ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ രണ്ട് തരത്തിലുള്ള ഗവൺമെൻറ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റും റൈറ്റ് വിങ് ഗവൺമെൻറ്റും. അവരെങ്ങനെയാണ് ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അറ്റ് ലാസ്റ്റ് ഇവർ പറയുന്നത് ഏത് ഗവൺമെൻറ് ആയാലും ആ രാജ്യത്ത് റിസഷൻ സംഭവിക്കും എന്നുള്ളത് കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഉള്ളടക്കം ഇങ്ങനെയാണ് ഇതിലൂടെ പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസത്തിലോട്ട് വരാം. ആദ്യത്തെ ക്രിറ്റിസം പറയുന്നത്, നോക്കൂ, ഇവരെ നമ്മളൊരു അസംഷൻ പറഞ്ഞിരുന്നു, ലേബർ കോൺട്രാക്ട് നമ്മൾ ഇലക്ഷന് മുമ്പ് സൈൻ ചെയ്യും. ആ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ കോൺട്രാക്റ്റിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാറില്ല. പക്ഷേ ഇവിടെ ഒന്നാമത്തെ ക്രിറ്റിസിസമായിട്ട് പറയുന്നതാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ഡിലേ ആക്കിക്കൂടാ, അതായത് ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോരെ ഈ പറഞ്ഞ കോൺട്രാക്ട് സൈൻ ചെയ്യൽ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം വരില്ലല്ലോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രിറ്റിസിലോട്ട് വന്നു കഴിഞ്ഞാൽ പറയുന്നത്. എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിസിസം ഈസ് ദാറ്റ് ഇൻ ലൈൻ വിത്ത് അതർ മോഡൽസ് വിച്ച് അസ്യൂം നോമിനൽ വേജ് റിജിഡിറ്റി, the Alensina model implies a counter-cyclical real wage which is at odds with the stylized facts of the business cycle. നോക്കൂ, രണ്ടാമത്തെ ക്രിറ്റിസിസത്തിലൂടെ ഇവിടെ പറയുന്നത് ഈ മോഡൽ നോമിനൽ വേജ് റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു അസംഷനുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കലും നോമിനൽ വേജ് റിജിഡിറ്റി നിലനിൽക്കില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഇതിൽ പറയുന്നത് റിയൽ വേജിലുണ്ടാകുന്ന വേരിയേഷനാണ് ബിസിനസ് സൈക്കിളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അലൻസിനയുടെ മോഡലിൽ ഇംപ്ലൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രിറ്റിസിസത്തിലൂടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്രിറ്റിസിസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഇതിനൊരു മാക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പാർട്ടീഷൻ, റാഷണൽ പൊളിറ്റിക്കൽ, ബിസിനസ് സൈക്കിൾ തിയറിയിൽ ഇതിന് ഒരു മൈക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻ നിലനിൽക്കുന്നില്ല. ഇനി നാലാമത്തെ ക്രിറ്റിസിസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് the line of criticism originates from the most recent generation of equilibrium business cycle theories. According to the real business cycle theorists, monetary policy cannot be used to produce real effects on output and employment, although they agree that monetary growth determines the rate of inflation. അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ ക്രിറ്റിസിസം പറയുന്നത് ഈ മോണിറ്ററി പോളിസി ഒരിക്കലും ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും വലിയ രീതിയിലുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഫോർത്ത് ക്രിറ്റിസിസമായിട്ട് വരുന്നത്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയിലാണ്. മോണിറ്ററി പോളിസിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ച് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും അതുമായി ഇൻഫ്ലേഷനിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഓവറായിട്ടും മോണിറ്ററി പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് നാലാമത്തെ ക്രിറ്റിസിസമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ക്രിറ്റിസിസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് the criticism relates to the hysteresis effects if the natural right properties of the rational partition models do not hold due to persistence effect following aggregated demand disturbance, and the political business cycle may be turned upside down. നോക്കൂ, ഇവർ പറയുന്ന നാച്ചുറൽ റൈറ്റ് പ്രോപ്പർട്ടീസ് ഈ പറഞ്ഞ റാഷണൽ പാർട്ടീഷൻ ബിസിനസ് സൈക്കിൾ മോഡലിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസം. ഇതിന് കാരണം പറയുന്നത് ഈ മോണിറ്ററി പോളിസിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് എപ്പോഴും ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും, ബിസിനസ് സൈക്കിളുകൾ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ നാച്ചുറൽ റൈറ്റ് പ്രോപ്പർട്ടി ഒരിക്കലും നിലനിൽക്കില്ല. ദെൻ the sixth criticism related to the empirical evidence in the extensive survey given by economists conclude that monetary policy is not the source of political cycle in real variables. അപ്പോൾ നോക്കൂ, ഒരു എംപിരിക്കൽ സ്റ്റഡി നടത്തുന്നു. ആ എംപിരിക്കൽ സ്റ്റഡിയിൽ തെളിയുന്നത് റിയൽ പൊളിറ്റിക്കൽ സൈക്കിളിൻ്റെ ഒരു കാരണമല്ല മോണിറ്ററി പോളിസി എന്ന് ഇവർ കണ്ടെത്തുന്നു. ഇതും ഒരു ക്രിറ്റിസമാണ്. അവസാനത്തെ ക്രിറ്റിസത്തിലോട്ട് വരുന്നു. സം തിയറിസ്റ്റ്സ് ആർഗ്യൂ ദാറ്റ് പാർട്ടീഷൻ ആൻഡ് ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽസ് ആർ നോട്ട് കമ്പാറ്റിബിൾ ആൻഡ് എ മോർ കംപ്ലീറ്റ് മോഡൽ ഷുഡ് ഇൻകോർപ്പറേറ്റ് ബോത്ത് ഇൻഫ്ലുവൻസസ്. നോക്കൂ, ഈ പറഞ്ഞ പാർട്ടീഷൻ തിയറിയും ഓപ്പർച്യൂണിസ്റ്റിക് തിയറിയും കമ്പാറ്റിബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് പരസ്പരം പൊരുത്തമുള്ളതല്ല ഈ പറഞ്ഞ രണ്ട് തിയറികളും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു തിയറി, നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി, കംപ്ലീറ്റ് തിയറി നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ ക്രിറ്റിസമായിട്ട് പറയുന്നത്. നോക്കൂ, ഇവിടെ ഈ ക്രിറ്റിസത്തിലൂടെ
ഇതുവരെ പറഞ്ഞ തിയറിയിലെ ഓരോ പോയിന്റുകളെയുമാണ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് ഇവരുടെ അസംഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇവരുടെ മോണിറ്ററി പോളിസിയെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്രിറ്റിസിസംസാണ് ഈ പറഞ്ഞ 6-7 ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിവേ,